നമസ്കാരം. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിംഗ് എന്താണെന്ന് നോക്കാം. കറണ്ട് ഫീലിംഗ് ഓഫ് യുവർ പേഴ്സൺ പോസിറ്റീവായിട്ടിരിക്കണം. ആ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അയാളുടെ മുഖം മനസ്സിലോർക്കുക. നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സൺ ഈ നിമിഷം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്. നോക്കാം. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഡെവിൾ കാർഡാണ്. അപ്പോൾ അവിടെ ഒന്ന് നിങ്ങളോട് വല്ലാത്ത ഒബ്സഷൻ തോന്നുന്നു, നിങ്ങളോട് വല്ലാത്ത അഡിക്ഷൻ തോന്നുന്നു എന്നാണ് ഫസ്റ്റ് കാർഡ് പറയുന്നത്. ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മേ ബി ഇത് ഒബ്സഷൻ ആൻഡ് അഡിക്ഷൻ ആയിരിക്കാൻ സാധ്യതയുണ്ട്. ആണോ എന്ന് നമുക്ക് വരും കാർഡുകളിൽ നോക്കാം. ഓക്കെ, ഫസ്റ്റ് കാർഡ് ഡെവിൾ. സെക്കൻഡ് കാർഡ് വന്നിട്ട് വീണ്ടും സ്റ്റാർ കാർഡാണ്. സ്റ്റാർ കാർഡ് പറയുന്നത് വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുന്നു എന്നാണ്. ചിലപ്പോൾ നിങ്ങൾ തമ്മിലൊരു വഴക്ക് അതിനൊക്കെ ശേഷം ഇരിക്കുകയായിരിക്കും, വെയിറ്റിംഗ് ആയിരിക്കും. അപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നത് എന്ത് തന്നെയായാലും അതൊരു കാർമിക് സിറ്റുവേഷൻ ആണെന്നും ഒരു കർമ്മ റിലീസിങ്ങിൻ്റെ ഫേസിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെന്നും മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കേണ്ടത് തന്നെയാണ്. നിങ്ങളൊരു പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു സാഹചര്യമാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം എന്ത് തന്നെ ആയിരുന്നാലും. നെക്സ്റ്റ് കിങ് ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളിലേക്ക് വരാൻ ഒരു നേർവഴിയിലൂടെ വരാൻ അയാൾക്ക് സാധിക്കാത്തതുകൊണ്ട് അയാൾ മറ്റു വഴികളെക്കുറിച്ച് ആലോചിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഇയാൾ ചിലപ്പോൾ ഇപ്പോൾ കരിയർ ഓറിയൻറ്റഡ് ആയിരിക്കുന്നുണ്ടാവും, അയാൾ മറ്റു കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ നിങ്ങളിലേക്ക് വരുന്നത് നോർമലി എങ്ങനെയാണോ വഴക്കുകൾക്ക് ശേഷം തിരിഞ്ഞ് നിങ്ങളിലേക്ക് വരുന്നത് ആ രീതിയിൽ വരാൻ ഇനിയുള്ള ഹെസിറ്റേഷൻ മൂലം മറ്റു വഴികളെക്കുറിച്ച് ആലോചിക്കുന്നതാകാൻ സാധ്യതയുണ്ട്. അയാൾ മറ്റ് പല ചിന്തകളിലും കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് 9 ഓഫ് കപ്സ് ആണ്. വളരെ പ്രതീക്ഷയുണ്ട് നിങ്ങളൊരിക്കലും അവരെ വിട്ടിട്ട് പോവില്ല എന്നുള്ളത്. അവർക്ക് നിങ്ങളോട് വളരെയധികം ആത്മവിശ്വാസമാണ്. നിങ്ങൾ വളരെ ജെന്യുവൻ ആയിട്ടുള്ള ആളാണ്, നിങ്ങൾ വളരെ സെറ്റിലാണ്, നിങ്ങൾ വളരെ ലോയലായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വളരെ അഭിമാനമാണ്, മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ വളരെ ട്രസ്റ്റ് ഉണ്ട്, വളരെ ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. നെക്സ്റ്റ് 6 ഓഫ് കപ്പാണ്. നിങ്ങൾക്കൊരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യണം, നിങ്ങളിലേക്ക് തിരിച്ചു വരണം, റിയൂണിയൻ വേണമെന്നതിൽ അവർ അതിയായി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അത് മാൻ ഓർ വുമൺ ആരായാലും ആഗ്രഹിക്കുന്നു എന്നാണ് കാണുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് മൂൺ എനർജിയാണ്. പക്ഷേ അയാൾക്ക് പേടിയാണ് നിങ്ങളിലേക്ക് എങ്ങനെ തിരിച്ചു വരുമെന്നതിനെക്കുറിച്ച് ഒരു ഭയം, ആങ്സൈറ്റി ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി അയാളുടെ കള്ളത്തരങ്ങൾ നിങ്ങൾ പിടിച്ചിട്ടുണ്ടാവാം. ഒരുപക്ഷെ വഞ്ചന, ചതി അതൊക്കെ മനസ്സിലാക്കിയായിരിക്കാം ഒരുപക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റക്കായിട്ടുള്ളത്. അപ്പോൾ വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് തിരിച്ചു വരുമ്പോൾ അയാൾക്കൊരു ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. പക്ഷേ അയാൾ നിങ്ങളിലേക്ക് വരണമെന്ന് തന്നെ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക്സ് സോ മച്ച്.